ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. അപ്പോൾ സാജിറ്റേറിയസ്, നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, അതാണ് നമ്മൾ നോക്കാൻ പോണത്. ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ നോക്കും. എൻഡിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്താവും അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഔട്ട്കം അതും എൻഡിലാണ്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോന് നല്ല റെസ്പോൺസ് കിട്ടി. ലാസ്റ്റ് ടൈം വ്യൂസ് നല്ലതായിരുന്നു, കമൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ വേഗം ഇട്ടണേ. പക്ഷേ നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് അല്ല, അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണണം വെച്ചാൽ വേഗം അപ്ലോഡ് ചെയ്യണം വെച്ചാൽ അത്രയും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ. ആൻഡ് വ്യൂസ് എത്ര പറ്റണ വെച്ചാൽ അത്ര സ്റ്റാർട്ട് ടു എൻഡ് വരെ വീഡിയോനെ നോക്കുക. ഫ്രണ്ട്സിനോടും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വ്യൂസ് കിട്ടും. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നൈറ്റ് ഓഫ് വാൻഡ്സ്, ഈ പേഴ്സന്റെ ഓവറോൾ എനർജി. പേജ് ഓഫ് കപ്സ്. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ എനർജി. ഇതൊരു ഇൻകൺസിസ്റ്റന്റ് പേഴ്സന്റെ എനർജിയാണ്. ഇൻകൺസിസ്റ്റന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഗ്രൗണ്ടഡ് എനർജിയിലല്ല. നിങ്ങളുടെ എനർജി എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഫ്യൂച്ചറിന് നിങ്ങൾക്ക് ഷുവർ അല്ല. പക്ഷെ ഇത് കുറെ പാഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വെരി പാഷനറ്റ് എനർജിയിലാണ് ഇപ്പോൾ. പക്ഷെ ഫ്യൂച്ചർ വൈസ് മേ ബി നിങ്ങൾ ഇതുവരെ ഈ പേഴ്സണിനെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ആയിട്ടല്ല കാണുന്നത്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ടുമാണ് മേ ബി നിങ്ങൾ അത്ര ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുന്നില്ല. ഇപ്പോൾ കറൻ്റ്ലി കുറെ പാഷൻ ഉണ്ട്, ഇവിടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് ആ ഫ്ലോയിലാണ് ഇപ്പോൾ നിങ്ങൾ. ഈ പേഴ്സന്റെ എനർജിയും പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ചെറുതായിരിക്കും. മേ ബി അവർക്ക് കുറച്ചുകൂടി സമയം വേണം സെറ്റിൽ ഡൗൺ ആവാൻ. അപ്പോൾ അതും ആയിരിക്കാം ഒരു റീസൺ. ഇവിടെ ചാരിയറ്റ് ഉണ്ട്. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം. ലോങ് ഡിസ്റ്റൻസ് അല്ലാച്ചാൽ മേ ബി കുറേ ഡിസ്റ്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ. പക്ഷേ ഇതൊരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അപ്പോൾ അഗൈൻ ഇവിടെ ഞാൻ ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് വെരി ക്വിക്ക്ലി ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ മേ ബി ട്രാവലിൻ്റെ സമയമായിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് കുറെ ഗ്രൗണ്ടഡ് മെച്ചോർ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ കുറെ ഗ്രൗണ്ടഡ് മദർലി പറഞ്ഞ കുറെ നേർച്ചറിങ് എനർജിയാണ്, കുറെ ലവിങ് എനർജിയാണ്, കുറെ മെച്ചോർഡ് എനർജിയാണ് ഇവരുടെ. ഇവിടെ എന്തോ ഒരു വലിയ ചേഞ്ച് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ. ഇല്ല, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സ്കോർപ്പിയോ എനർജിയാണ് ഇവിടെ. ഈ ചേഞ്ച് എന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാം. സൺ ഉണ്ട് ഇവിടെ, അത് ഈ പേഴ്സൻ്റെ എനർജിയാണ്. ഇത് കുറെ ഹാപ്പിനെസ്, എബണ്ടൻസിൻ്റെ എനർജിയാണ്. ലിയോ എനർജിയാണ് ഇത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ക്വീൻ ഓഫ് വാൻസിലേക്ക് കൺവേർട്ട് ആയി പറഞ്ഞാൽ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന് നിങ്ങൾ ക്വീൻ ഓഫ് വാൻസിലേക്ക് നിങ്ങൾ പോകണു. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ മാതിരി കുറെ വേഗം ഡെവലപ്പ് ആവുന്ന റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഫീലിങ്സും വെരി ക്വിക്ക്ലി ഡെവലപ്പ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആണ് ഈ പേഴ്സണെ കുറിച്ച്. ഈ പേഴ്സൻ്റെ എനർജി ഹൈറോഫാൻ, ടോറസ് എനർജി. ഈ പേഴ്സൺ കുറെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ആൻഡ് അവർക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പേ വേണ്ടു. അപ്പോൾ അവർ കുറെ ഒരു സീരിയസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർക്ക് സീരിയസ് റിലേഷൻഷിപ്പേ വേണ്ടു. ആൻഡ് അവർ അതാണ് എക്സ്പെക്ട് ചെയ്യണത്. ഓരോ അവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ് വേണം.
അതല്ല വെച്ചാൽ ഈ പേഴ്സന്റെ വേറെ എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് എന്താ വെച്ചാൽ ഇതൊരു മാരിഡ് പേഴ്സണും ആവാം. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ നൈറ്റ് ഓഫ് വോൺസ് ഇവിടെ എന്തുകൊണ്ടാണ് 7 ഓഫ് വോൺസ് ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ എവിടെയോ റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ബ്ലോക്കേജസ് ഉണ്ടായിരുന്നു. 6 ഓഫ് കപ്സ് ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം, ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എവിടെയോ നിങ്ങൾക്ക് പാസ്റ്റിന്റെ റിലേഷൻഷിപ്പിൽ ആദ്യം തിരിച്ചു പോകണം എന്നുണ്ടായില്ല, പക്ഷെ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടായി. അതല്ല വെച്ചാൽ ഇതൊരു നിങ്ങൾ ഈ പേഴ്സണെ മുമ്പ് തന്നെ അറിയണ പേഴ്സൺ ആയിരിക്കാം, ഒരു ഫ്രണ്ട് ആയിരുന്നു, ആൻഡ് ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പിൽ ഡെവലപ്പ് ആവണം. ഈ പേഴ്സന്റെ എനർജി 8 ഓഫ് വോൺസ് ആണ്. അഗൈൻ എനിക്ക് ഇവിടെ ട്രാവൽഡ് എനർജിയാണ് കിട്ടുന്നത്. ഡെവിൽ, കുറച്ചൊരു ടോക്സിക് എലിമെന്റ് ഉണ്ട് ഇവിടെ. എന്താണ് ഈ ടോക്സിസിറ്റി? കാപ്രിക്കോൺ എനർജി. അവരുടെ മനസ്സ് തുറന്ന് പറയണ മാതിരി പേഴ്സൺ അല്ല. അത് മാത്രമല്ല ഈ പേഴ്സന്റെ കുറെ സീക്രറ്റ്സും ഉണ്ട്. അത് മേ ബി നിങ്ങൾക്ക് അറിയില്ല ഇതുവരെ. ഓറൽസ് അവരുടെ ഫീലിങ്സ് ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ അവരുടെ മനസ്സ് മുഴുവൻ അറിയില്ല. ചാരിയറ്റ് ഇവിടെ എന്താണ്? ജസ്റ്റിസ്. അപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ പോണത്. ജസ്റ്റിസ് ഒരു മാരേജിന്റെ എനർജിയുമാണ്. പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക, അങ്ങനെയായിരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ എന്തോ ഇവിടെ ഒരു ഇൻഫർമേഷൻ പുറത്തു പറയുന്ന എനർജിയും എനിക്ക് കാണാണ്ട് ഇവിടെ. പേജ് ഓഫ് സോർഡ്സ് ഒരു റൂമർ ഇല്ല, ഇൻഫർമേഷൻ പുറത്തു വരുന്നുണ്ട്, അങ്ങനത്തെ എനർജിയും ആവാം. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ടെമ്പറൻസ്. ഈ പേഴ്സൺ കുറെ ബാലൻസ്ഡ് പേഴ്സൺ ആണ്, കുറെ മെച്ചോർ പേഴ്സൺ ആണ്. അപ്പൊ ഇവിടെ ടവർ എന്താണ്? എന്തോ ഒരു സീക്രട്ട് പുറത്തു വരുന്നുണ്ട്. അതാണ് എനിക്ക് ആദ്യം ഇവിടെ റിപ്പീറ്റഡ്ലി പറയണേ. എന്തോ ഒരു കാര്യം നിങ്ങൾ അറിയുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ച്. അതായിരിക്കും അവർ ഹൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക ഇവിടെ. ഈ ഹൈ പ്രീസ്റ്റസ് എന്താണ് ഇവിടെ? എന്തോ കാര്യം ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ആ കാര്യം പുറത്തു വരുന്നുണ്ട്. സൺ ഇവിടെ എന്താണ്? ഇതും ക്ലാരിറ്റിയുടെ എനർജിയാണ്. പേജ് ഓഫ് വോൺസ്. അവരുടെ ഈ പേഴ്സൺ മാരിഡ് ആണ്, ഇല്ല അവരുടെ എന്തോ കുട്ടിയുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കാം. നൈറ്റ് ഓഫ് കപ്സ്. ഓറൽസ് എന്തോ വേറെ കാര്യമൊന്നും ആവാം. പറഞ്ഞാൽ അത് എക്സാക്ട്ലി എന്താണ് ഇവർ ഹൈഡ് ചെയ്യണതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇവർ എന്തോ നിങ്ങളോട് പറഞ്ഞത് വേറെ ആയിരുന്നു, പക്ഷെ പുറത്തു വരണത് വേറെ എന്തോ ആണ്. അപ്പോൾ എന്തോ ഒരു ഡുവാലിറ്റി മാതിരി എനർജി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. ഈ ക്വീൻ ഓഫ് വോൺസ് എന്താണ്? 10 ഓഫ് പെന്റിക്കിൾസ്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അത് മേ ബി നിങ്ങൾക്ക് അറിയണ്ടായില്ല. ഈ ഹൈറോഫാണ്ട് എന്താണ് ഈ പേഴ്സന്റെ? കിങ് ഓഫ് വോൺസ്, 10 ഓഫ് വോൺസ്. മേ ബി ഈ പേഴ്സൺ ഡിവോഴ്സ്ഡ് ആണ്, ഇല്ലാച്ച അവരുടെ എന്തോ ഒരു റിലേഷൻഷിപ്പ് എൻഡായി, അപ്പോഴാണ് അവർ നിങ്ങളെ മീറ്റ് ചെയ്ത്, ആ കാര്യം അവർ നിങ്ങളോട് പറഞ്ഞില്ല, അങ്ങനെ എന്തോ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? കിങ് ഓഫ് കപ്സ്. അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യും ഓപ്പൺ ആയിട്ട്. സീക്രറ്റ്സ് എന്തെങ്കിലും ഉണ്ടാച്ചാൽ അതും അവർ നിങ്ങളോട് പറയും. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. കിങ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. 2 കിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണ് ഈ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെന്റിക്കിൾസ്? 7 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് അവർ കുറച്ചൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. ഇത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഈ റെവലേഷൻ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്യാനും വഴിയുണ്ട്. എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക ഈ റിലേഷൻഷിപ്പിൽ? 2 ഓഫ് വോൺസ്. അപ്പോൾ ഇതൊരു ഡിസിസീവ് സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ഇത് അറിയുമ്പോൾ മേ ബി നിങ്ങൾ വാക്ക് അവേ ചെയ്യാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ 3 ആൾക്കാരുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. 8 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് എന്താണ് ഔട്ട്കം എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരു ജനറൽ റീഡിങ്ങിൽ പറയാൻ വിഷമമുണ്ട്, ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാന്ന് വെച്ചാൽ എല്ലാവർക്കും അതൊരു സ്റ്റോറി വേറെയാണ്. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു കാര്യം, എന്തോ ഒളിപ്പിക്കണ കാര്യം പുറത്ത് വരണു, എന്തോ റിവീൽ ആവണു. ഈ റെവലേഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്ന്. ആ ഡിസിഷനാണ് ജൂണിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരിക.
ആ ഡിസിഷൻ എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. ചിലവർ ഈ പേഴ്സണിനെ ഫർഗിവ് ചെയ്യും, ചിലവർ ഫർഗിവ് ചെയ്യില്ല. അത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഇവിടെ പറയാൻ ഡിഫിക്കൾട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് ബുക്കിംഗ് ചെയ്യാം, പേഴ്സണൽ ബുക്കിംഗ് ചെയ്യാം. അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അവിടെ ബുക്ക് ചെയ്യുക, വേഗം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ. അവിടെ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. എന്നുവെച്ചാൽ അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. ആൻഡ് എനിക്കൊരു ഒറക്കിൾ മെസ്സേജ് കാർഡും ഇവിടെ എടുക്കാണ്ട്. എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? റൊമാൻസ് ഏഞ്ചൽ കാർഡ്സ്. ഡിസെപ്ഷൻ. അപ്പോൾ ഇതാണ് എന്തോ ഒരു കാര്യം പുറത്തു വരാൻ പോകേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇത് ഇപ്പോൾ ഓറക്കിൾ മെസ്സേജിലും അത് തന്നെ വന്നിരിക്കണേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് പറയുക ഇതാണോ നിങ്ങളുടെ സിറ്റുവേഷൻ. ആണെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എൻ്റെ കൂടെ. ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ, അപ്പോൾ വേഗം ബുക്ക് ചെയ്യാം. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.